ഹലോ എവറി വൺ വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന ടോപ്പിക്ക് ഫസ്റ്റ് ഇയർ ഡി ഫാമിൻ്റെ പൗഡേഴ്സ് ആൻഡ് ഗ്രാന്യൂൾസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പോൾ അതിലുള്ള കുറച്ച് ജനറൽ ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻസും അതുപോലെ തന്നെ സ്റ്റാർട്ടിങ്ങിലുള്ള കുറച്ച് കാര്യങ്ങളുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിൽ ആദ്യം തന്നെ നമ്മൾ പറയുന്നത് എന്താണ് പൗഡേഴ്സ് എന്നാണ്. എ ഫാർമസ്യൂട്ടിക്കൽ പൗഡർ ഈസ് എ മിക്സ്ചർ ഓഫ് ഫൈൻലി ഡിവൈഡഡ് ഡ്രഗ്സ് ഓർ കെമിക്കൽസ് ഇൻ ഇറ്റ്സ് ഡ്രൈ ഫോം. അതായത് ഒരു ഫാർമസ്യൂട്ടിക്കൽ പൗഡർ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഡ്രഗ്സിൻ്റെയോ അല്ലെങ്കിൽ കെമിക്കൽസിൻ്റെയോ ഫൈൻലി ഡിവൈഡഡ്, അതായത് നല്ല ചെറുതായിട്ടുള്ള പാർട്ടിക്കിൾസ് ആയിരിക്കും അതിലുള്ളത്. അതെങ്ങനെയായിരിക്കും? ഡ്രൈഡ് ഫോമിലായിരിക്കും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതിനെയാണ് നമ്മളൊരു ഫാർമസ്യൂട്ടിക്കൽ പൗഡർ എന്ന് പറയുന്നത്. ആൻഡ് പൗഡർ ഈസ് ദ ഡോസേജ് ഫോം ഓഫ് മെഡിക്കമെൻറ്റ് ദാറ്റ് മെൻറ്റ് ഫോർ എക്സ്റ്റേണൽ ആൻഡ് ഇൻറ്റേർണൽ യൂസ്. ഇതെന്ന് പറയുന്നത് നമുക്ക് ഇൻറ്റേർണൽ യൂസിന് വേണ്ടിയിട്ടും യൂസ് ചെയ്യാനായിട്ട് പറ്റും, അതുപോലെ തന്നെ എക്സ്റ്റേണൽ യൂസിനും പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ ഫാർമസ്യൂട്ടിക്കൽ പൗഡേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, നമ്മുടെ ഫൈൻലി ഡിവൈഡഡ് ആയിട്ടുള്ള ഡ്രഗിനെ നമ്മൾ ഡ്രൈ ഫോമിൽ ഡിസ്പെൻസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫാർമസ്യൂട്ടിക്കൽ പൗഡേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്താണ്, ഇൻറ്റേർണൽ യൂസിന് വേണ്ടിയിട്ടുമുള്ളതുണ്ട്, അതുപോലെ തന്നെ എക്സ്റ്റേണൽ യൂസിന് വേണ്ടിയിട്ടുള്ളതിനെയും നമുക്ക് ഈ ഒരു പൗഡർ ഫോമിൽ ഫോമുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ ഗ്രാന്യൂൾസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ഗ്രാന്യൂൾസ് എന്ന് നോക്കണം. ദി ഗ്രാന്യൂൾസ് ആർ പ്രിപ്പയർഡ് ബൈ ദി പ്രോസസ് ഓഫ് ഗ്രാനുലേഷൻ. അതായത് ഗ്രാന്യൂൾസ് എന്ന് പറയുന്നത് നമ്മൾ ഗ്രാനുലേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് വഴിയിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ദ പ്രോസസ് ഇൻ വിച്ച് ദി പൗഡർ പാർട്ടിക്കിൾസ് അഡ്ഹർ ടു ഫോം എ ലാർജ് എൻറ്റിറ്റീസ് കോൾഡ് ഗ്രാന്യൂൾസ്. ഈ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ പൗഡേർഡ് ആയിട്ടുള്ള ഡ്രഗിനെ അഡ്ഹർ ചെയ്തിട്ട്, അതായത് ഒരുപാട് പൗഡേർഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ഒരുമിച്ച് കൂടി ചേർന്നിട്ട് ഇച്ചിരി കൂടെ ലാർജർ ആയിട്ടുള്ള പാർട്ടിക്കിൾസ് എൻറ്റിറ്റീസ് ഫോം ചെയ്യുന്നതിനെയാണ് നമ്മൾ ഗ്രാന്യൂൾസ് എന്ന് പറയുന്നത്. ഈ ഫോം ചെയ്യുന്ന ഫാർമസ്യൂട്ടിക്കൽ ഗ്രാന്യൂൾസിൻ്റെ സൈസ് റേഞ്ച് എന്ന് പറയുന്നത് ഏതാണ്ട് 0.2 to 0.4 മില്ലിമീറ്റർ ആയിരിക്കും ഇതിൻ്റെ സൈസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതല്ല എങ്കിൽ ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് നമ്മൾ ജനറൽ ആയിട്ടാണ് 0.2 to 0.4 mm പറയുന്നത്. അതിൻ്റെ യൂസിനനുസരിച്ചിട്ട് അതിൻ്റെ സൈസ് റേഞ്ചിൽ ഡിഫറൻസ് വരാം. അതിൻ്റെ ഈ ഗ്രാന്യൂൾസ് എന്ന് പറയുന്നത് മെയിനായിട്ട് നമ്മൾ ഈ ടാബ്ലറ്റ്സ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടും ക്യാപ്സ്യൂൾസ് പ്രിപ്പയർ ചെയ്യാനായിട്ടാണ് യൂസ് ചെയ്യുന്നത്. കാരണം നമ്മളിപ്പോൾ ടാബ്ലറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ പൗഡേഴ്സിനെ നമുക്ക് പഞ്ച് ചെയ്ത് ടാബ്ലറ്റായിട്ട് എടുക്കുന്നതിനേക്കാളും നമുക്ക് ടാബ്ലറ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ പൗഡേഴ്സിനെ എടുത്ത് നമ്മൾ മെഡിക്കമെൻറ്റ്സ് എല്ലാം എടുത്ത് അതിൻ്റെ കൂടെ എക്സിപ്പിയൻസും ആഡ് ചെയ്ത് നമ്മൾ ഗ്രാന്യൂൾസ് ആയിട്ട് ഫോം ചെയ്യും. ദെൻ അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ടാബ്ലറ്റായിട്ട് പഞ്ച് ചെയ്തെടുക്കുന്നത്. നമ്മൾ ക്യാപ്സ്യൂൾസിൻ്റെ കാര്യത്തിൽ പറയുമ്പോഴും അങ്ങനെ തന്നെയാണ്. ഇപ്പം ഹാർഡ് ജെലാറ്റിൻ ക്യാപ്സ്യൂൾസിലൊക്കെ ആണെങ്കിൽ നമ്മൾ പൗഡേഴ്സായിട്ട് നമ്മൾ മിക്കപ്പോഴും കഴിക്കുന്ന പല ടൈപ്സ് ഓഫ് ക്യാപ്സ്യൂൾസും അങ്ങനെ ആയിരിക്കും. അതിനകത്ത് ഷെല്ലിനകത്തേക്ക് പൗഡേർഡ് ഫോമിലായിരിക്കും ചില ഡ്രഗ് കാണപ്പെടുന്നത്, അല്ലെങ്കിൽ ചെറിയ ചെറിയ ഗ്രാന്യൂൾസ് ആയിട്ടായിരിക്കും കാണപ്പെടുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഗ്രാന്യൂൾസ് എന്ന് പറയുമ്പോൾ എന്താണ്, സിമ്പിളാണ്. പൗഡർ പാർട്ടിക്കിൾസ് അഡ്ഹർ ചെയ്തിട്ട് ലാർജ് പാർട്ടിക്കിൾസ് ഫോം ചെയ്യുന്നതിനാണ് നമ്മൾ ഗ്രാന്യൂൾസ് എന്ന് പറയുന്നത്. ഈ ഒരു ഗ്രാന്യൂൾസ് പ്രിപ്പയർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഗ്രാനുലേഷൻ പ്രോസസ്സ് എന്നും പറയുന്നത്. അപ്പം ഒരു ഫാർമസ്യൂട്ടിക്കൽ ഗ്രാന്യൂൾസിൻ്റെ സൈസ് റേഞ്ച് നമ്മളിവിടെ പറഞ്ഞു. ദെൻ ഇത്രയുമാണ് ഇവിടെ നമുക്ക് പറയാനായിട്ടുള്ളത്. ദെൻ അത് കഴിഞ്ഞിട്ട് പറയുന്നത് അഡ്വാൻറ്റേജസ്, അതായത് നമ്മുടെ പൗഡറിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയെന്നാണ് പറയുന്നത്. അതായത് മോർ സ്റ്റേബിൾ ദാൻ ദി ലിക്വിഡ് ഡോസേജ് ഫോംസ്. നമ്മൾ ലിക്വിഡ് ഡോസേജ് ഫോംസിനെക്കാട്ടിലും സ്റ്റെബിലിറ്റി കൂടുതലാണ്. കാരണം ഇപ്പോൾ നമ്മുടെ സസ്പെൻഷൻസ് ആയാലും അതുപോലെ തന്നെ നമ്മൾ കുടിക്കുന്ന സിറപ്സ് ആയാലും മൈക്രോബിയൽ അറ്റാക്ക് പെട്ടെന്ന് ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഏതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ സോളിഡ് ഡോസേജ് ഫോംസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ലിക്വിഡ്സിന് അങ്ങനത്തെ മൈക്രോബിയൽ കണ്ടാമിനേഷനൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ അതാണ് ഇവിടെ ഒരു അഡ്വാൻറ്റേജസ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. പൗഡറിനെന്ന് പറയുന്നത് ലിക്വിഡ് ഡോസേജ് ഫോംസിനെക്കാട്ടിലും എന്ത് കൂടുതലാണ്, സ്റ്റെബിലിറ്റി കൂടുതലാണ്. ദേ ഹാവ് ഫാസ്റ്റർ ഡിസൊല്യൂഷൻ റേറ്റ് ദാൻ ദി ടാബ്ലറ്റ്സ് ആൻഡ് ക്യാപ്സ്യൂൾസ് ബിക്കോസ് ഓഫ് ദെയർ പാർട്ടിക്കിൾ സൈസ്. ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ ടാബ്ലറ്റ്സിനെയും ക്യാപ്സ്യൂൾസിനെയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് പൗഡേഴ്സിനെന്ന് പറയുന്നത് ഡിസൊല്യൂഷൻ റേറ്റ് കൂടുതലാണ്. കാരണം എന്താണ്, അതിൻ്റെ പാർട്ടിക്കിൾ സൈസ് മറ്റേതിനെക്കാട്ടിലും, അതായത് നമ്മുടെ ടാബ്ലറ്റ്സിനെക്കാട്ടിലും ക്യാപ്സ്യൂൾസിനെക്കാട്ടിലും ചെറുതാണ്. അതുകൊണ്ടാണ് അതിൻ്റെ ഡിസൊല്യൂഷൻ റേറ്റ് ഫാസ്റ്റ് ആവുന്നത്. അതായത് നമ്മൾ ഡിസൊല്യൂഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ബോഡി ഫ്ലൂയിഡ്സിലോട്ട് ഈ ഒരു ഡ്രഗ് പാർട്ടിക്കിൾ ഡിസോൾവ് ആവുന്നതിനെയാണ് നമ്മൾ ഡിസൊല്യൂഷൻ എന്ന് പറയുന്നത്. കാരണം നമ്മളിപ്പോൾ ടാബ്ലറ്റ്സ് ഒക്കെയാണ് നമ്മൾ കഴിക്കുന്നതെങ്കിൽ പൗഡേഴ്സ്
പൗഡേഴ്സിനെക്കാളും കുറച്ചുകൂടെ വലിയ ഡോസേജ് ഫോമാണ്. ഇപ്പോൾ നമ്മുടെ ടാബ്ലറ്റ് ബ്രേക്കായി, അത് ഡിസോൾവ് ആയി, അബ്സോർബ് ആയി, അത് കുറച്ചുകൂടി ടൈം കൺസ്യൂമിംഗ് ആണ്. പക്ഷേ നമ്മൾ പൗഡേഴ്സായിട്ട് കൺസ്യൂം ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു ടാബ്ലറ്റ്സ് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നില്ല. ആ ഒരു ഡിസിൻറ്റഗ്രേഷൻ എന്നാണ് ആ ഒരു പ്രോസസ്സിനെ നമ്മൾ പറയുന്നത്. ആ ഒരു ഡിസിൻറ്റഗ്രേഷൻ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്കവിടെ സ്കിപ്പ് ചെയ്യുവാണ്. അപ്പോൾ നമുക്ക് ഫാസ്റ്ററായിട്ട് ആക്ഷനും കൂടി കിട്ടും. അതാണ് നെക്സ്റ്റ് പോയിന്റിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത്, ഫാസ്റ്റർ ഓൺസെറ്റ് ഓഫ് ആക്ഷൻ. ഇനി നെക്സ്റ്റ് പറയുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ നമ്മൾ ചിൽഡ്രൻസിലോ കുഞ്ഞു കുട്ടികളിലോ അല്ല എങ്കിൽ ഒരുപാട് മുതിർന്ന പേഷ്യൻസിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ നമ്മൾ ടാബ്ലറ്റ്സ് ഒക്കെ സോളോ ചെയ്യാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും, കഴിക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയുള്ള പേഷ്യൻസിൽ നമുക്ക് വേണമെങ്കിൽ ചില ടൈപ്സ് ഓഫ് പൗഡേഴ്സിനെ വാട്ടറിലോ അല്ല എങ്കിൽ ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ലിക്വിഡിലോ ഡിസോൾവ് ചെയ്തതിന് ശേഷം നമുക്കൊരു ലിക്വിഡ് ഡോസേജ് ഫോംസ് ആയിട്ടും അവർക്ക് എന്ത് ചെയ്യാം, പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് വേറെ നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു, ഇൻറ്റേർണൽ യൂസിനും എക്സ്റ്റേണൽ യൂസിന് വേണ്ടിയിട്ടും നമുക്ക് ഡ്രഗ്സിനെ പൗഡേർഡ് ഫോമിൽ ഡിസ്പെൻസ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്, ദി ഡ്രഗ്സ് ഹാവിങ് ദി അൺപ്ലസൻറ്റ് ടേസ്റ്റ് ആൻഡ് ഓർഡർ കനോട്ട് ബി ഡിസ്പെൻസഡ് ആസ് പൗഡേഴ്സ്. അതായത് അൺപ്ലസൻറ്റ് ടേസ്റ്റും ഓർഡറുമുള്ള ഡ്രഗ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പൗഡേഴ്സായിട്ട് ഡിസ്പെൻസ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ചില ഡ്രഗ്സ് ഇത്തിരി കയ്പുള്ള ഡ്രഗ്സോ അല്ലെങ്കിൽ ചെറിയൊരു സ്മെല്ലൊക്കെ ഉള്ള ഡ്രഗ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ടാബ്ലറ്റ് ആയിട്ടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ മീതെ ഷുഗർ കോട്ട് ചെയ്തിട്ടോ അങ്ങനെയൊക്കെ നമുക്കതിൻ്റെ ടേസ്റ്റിനെ മാസ്ക് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ പൗഡേഴ്സ് ആണെങ്കിൽ നമുക്കവിടെ മാസ്കിങ് ഒന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു ഡിസഡ്വാൻറ്റേജസ് ആയിട്ടാണ് പറയുന്നത്. അങ്ങനത്തെ ഡ്രഗ്സിനെയൊന്നും നമുക്കിവിടെ ഡിസ്പെൻസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇനി അടുത്ത് പറയുന്നത് ഡ്രഗ്സ് നമ്മുടെ അറ്റ്മോസ്ഫറിക് കണ്ടീഷൻസ് അഫക്റ്റ് ചെയ്യുന്ന ചില ഡ്രഗ് ഉണ്ടല്ലോ. ഇപ്പം മോയിസ്ചറോ അല്ല എങ്കിൽ ഹീറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ളതോ അങ്ങനത്തെ ഡ്രഗ്സിനെയൊക്കെ ആണെങ്കിൽ ഇപ്പം ടെമ്പറേച്ചർ ഫ്ലക്ച്വേഷൻസ് ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് ഡീഗ്രേഡ് ആയി പോകുന്ന ഡ്രഗ്സ്, അങ്ങനത്തെ ഡ്രഗ്സിനെ ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പൗഡേർഡ് ഫോമിൽ ഡിസ്പെൻസ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അതിൻ്റെ ഓൾസോ അടുത്ത് പറഞ്ഞിരിക്കുന്നത്, ദി ക്വാണ്ടിറ്റി 100 milligram or less cannot be weighed on the dispensing balance. ഇപ്പോൾ നമ്മൾ ഡിസ്പെൻസ് ചെയ്യുന്ന സമയത്ത് പൗഡറിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 100 മൈക്രോഗ്രാമോ അല്ലെങ്കിൽ മില്ലിഗ്രാമോ അല്ലെങ്കിൽ അതിനേക്കാളും കുറവോ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിസ്പെൻസിങ് ബാലൻസിൽ അത് വെയ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. കാരണം 100 മില്ലിഗ്രാമിൽ കൂടുതലുണ്ടെങ്കിലാണ് നമുക്ക് കൺവീനിയൻ്റ് ആയിട്ട് അതിൽ വെച്ചിട്ട് ഡിസ്പെൻസിങ് ബാലൻസിൽ നമുക്ക് വെയ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടാവുക. ഇനി അത് കഴിഞ്ഞിട്ട് പറയുന്നത് ഡെലിക്വസെൻറ്റും അതുപോലെ തന്നെ ഹൈഗ്രോസ്കോപ്പിക് നേച്ചർ ആയിട്ടുള്ള ഡ്രഗ്സിനെയും നമുക്ക് പൗഡേർഡ് ഫോമിൽ ഡിസ്പെൻസ് ചെയ്യാൻ പറ്റില്ല എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ജനറൽ മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് പൗഡേഴ്സ് ആണ്. അത് ആക്ച്വലി സിലബസിൽ മെൻഷൻ ചെയ്തിട്ടില്ല, എന്നാലും നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവുകയാണ്. അതായത് മെയിനായിട്ട് 3 സ്റ്റെപ്സാണുള്ളത്. പാർട്ടിക്കിൾ സൈസ് റിഡക്ഷൻ, മിക്സിംഗ് ഓഫ് പൗഡേഴ്സ് ടു അച്ചീവ് ഹോമോജിനസ് മിക്സ്ചർ ആൻഡ് പാക്കിംഗ് ഓഫ് പൗഡേഴ്സ്. ഇത്രയുമാണ് ഇതിലെ മെയിൻ ജനറലായിട്ട് നമുക്ക് പറയാനുള്ളത്. അതായത് പാർട്ടിക്കിൾ സൈസ് റിഡക്ഷൻ എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മൾ പൗഡേഴ്സാണ് നമ്മൾ ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ പാർട്ടിക്കിൾസിൻ്റെ സൈസ് കൂടുതലാണെങ്കിൽ നമുക്കതിനെ പാർട്ടിക്കിൾസിനൊന്ന് സൈസ് റിഡ്യൂസ് ചെയ്ത് എടുക്കേണ്ടതായിട്ടുണ്ട്. അതാണ് നമ്മൾ പാർട്ടിക്കിൾ സൈസ് റിഡക്ഷനിൽ പറയുന്നത്. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ പറയുന്നതാണ് മിക്സിംഗ് ഓഫ് പൗഡേഴ്സ് ടു അച്ചീവ് ഹോമോജിനസ് സൈസ്. നമുക്ക് ഹോമോജിനസ് മിക്സ്ചർ കിട്ടാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പൗഡേഴ്സിനെ മിക്സ് ചെയ്യണം. അതായത് മിക്ക പൗഡേഴ്സിലും ഇപ്പം നമ്മൾ മെഡിക്കമെൻറ്റും അതിൻ്റെ കൂടെ എക്സിപിയൻസോ അങ്ങനെ എന്തെങ്കിലും ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി കാണും. അപ്പോൾ അതിനെ നമ്മൾ മിക്സ് ചെയ്തിട്ടാണ് എടുക്കുക. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പിലാണ് നമ്മൾ വെയിങ്ങും അതുപോലെ തന്നെ മിക്സിങ്ങും ചെയ്യുന്നത്. മാത്രമല്ല നമ്മളിവിടെ മിക്സ് ചെയ്യാനായിട്ട് ഒരുപാടധികം പ്രോസസ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതിന് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ട്രൈച്ചുറേഷൻ, സ്പാച്ചുലേഷൻ, സിഫ്റ്റിങ്, തംബ്ലിങ്, ജിയോമെട്രിക് ഡൈല്യൂഷൻസ്. ഇതെല്ലാം നമ്മൾ പൗഡേഴ്സിനെ മിക്സ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഓരോരോ മെത്തേഡ്സാണ്. അതായത് ട്രൈച്ചുറേഷൻ എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം, ഈ ലാബിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ആ മോട്ടർ ആൻഡ് പെസിൽ അത് വെച്ചിട്ടാണ് നമ്മൾ ട്രൈച്ചുറേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ചെയ്യുന്നത്. ഈ ഒരു പ്രോസസ്സിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബോത്ത് സൈസ് റിഡക്ഷനും ചെയ്യാൻ പറ്റും, അറ്റ് ദ സെയിം ടൈം മിക്സിങ്ങും നടക്കും. അതാണ് ഈ ഒരു പ്രോസസ്സിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ഇനി സ്പാച്ചുലേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ കണ്ടിട്ടുള്ള ലാബിലൊക്കെ യൂസ് ചെയ്യുന്ന ആ സ്പാച്ചുല വെച്ചിട്ട് നമ്മൾ പൗഡേഴ്സിനെ മിക്സ് ചെയ്യുവാണ്. ഇതെന്ന് പറയുന്നത് നമുക്ക് വളരെയധികം
സ്മോൾ ക്വാണ്ടിറ്റീസിൽ മാത്രമേ നമുക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ട്രൈച്ചുറേഷൻ ആയാലും അങ്ങനെ തന്നെയാണ്, നമുക്ക് നമ്മുടെ സ്മോൾ സ്കെയിലായിട്ട് മാത്രമേ ഇതൊക്കെ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ സ്പാച്ചുലേഷൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നമ്മളൊരു ഷീറ്റ് ഓഫ് പേപ്പർ അല്ലെങ്കിൽ ഒരു ടൈൽസ് എടുത്തിട്ട് അതിൽ നമ്മൾ പൗഡേഴ്സ് വച്ചതിന് ശേഷം കുറച്ച് എമൗണ്ട് എടുത്ത് മിക്സ് ചെയ്യുക. ദെൻ ആഫ്റ്റർ അതിൻ്റെ കൂടെ കുറച്ച് എമൗണ്ട് പൗഡർ ആഡ് ചെയ്യുക. അങ്ങനെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു പ്രോസസ്സ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് സിഫ്റ്റിംഗ് ആണ്. സിഫ്റ്റിംഗ് എന്ന് പറയുന്നത് ജസ്റ്റ് ലൈക്ക് നമ്മൾ ഈ സീവ് ചെയ്യത്തില്ലേ, അതുപോലെയാണ്. നമ്മൾ പൗഡേഴ്സ് എല്ലാം കൂടിയിട്ട് ഒരു സീവിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നു. ദെൻ അതിനെ ജസ്റ്റ് ഒന്ന് സിഫ്റ്റ് ചെയ്തെടുക്കുന്നു. അതാണ് നമ്മളിവിടെ പറയുന്നത്. അടുത്ത് തംബ്ലിങ്. തംബ്ലിങ് എന്ന് പറയുന്നത് നമ്മളിവിടെ ഒരു മെഷീൻ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അതിൻ്റെ ഫിഗർ ഉണ്ട്, കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ തംബ്ലിങ് എക്യുപ്മെൻ്റ് എന്ന് പറയുന്നത്. ഈ ഒരു എക്യുപ്മെൻ്റ് എന്ന് പറയുന്നത് നമ്മൾ കൂടുതലായിട്ട് ഇൻഡസ്ട്രി ബേസിസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു എക്യുപ്മെൻ്റാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഈ ഒരു എക്യുപ്മെൻറ്റിനകത്ത് നമ്മൾ പൗഡേഴ്സ് എല്ലാം കൂടി ആഡ് ചെയ്ത് കൊടുക്കും. നമ്മൾ പ്രോപ്പറായിട്ട് വെയ് ചെയ്തിട്ട് പൗഡേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കും. ദെൻ ഇതിനെ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കും. റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുന്ന സമയത്ത് ഇത് മുകളിൽ നിന്ന് താഴേക്ക് പോകുന്നു, താഴെ നിന്ന് മുകളിലേക്ക് വരുന്നു. അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് റൊട്ടേഷനാണ് ഇവിടെ പറയുന്നത്. ഇനി നമ്മൾ പറഞ്ഞു വന്നത് മോട്ടർ ആൻഡ് പെസിൽ, അതിൻ്റെ ഫിഗറാണ് ഈ കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഇതെന്ന് പറയുന്നത് ഗ്ലാസ് മോട്ടോർ ആൻഡ് പെസിലാണ്. ഇത് നമ്മൾ ട്രിച്ചറേഷന് വേണ്ടി തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ കളേർഡ് ആയിട്ടുള്ള ഡ്രഗ് ആണെങ്കിലാണ് നമ്മൾ ഈ ഒരു മെത്തേഡ്, ഈ ഒരു ഗ്ലാസ് മോട്ടർ ആൻഡ് പെസിൽ വെച്ചിട്ട് ചെയ്യുന്നത്. ഇതെന്ന് പറയുന്നത് ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് നമ്മൾ എന്താണ് കളർലെസ് ആയിട്ടുള്ള അല്ലെങ്കിൽ വൈറ്റ് കളറായിട്ടുള്ള ഡ്രഗ്സിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇതൊരു പോഴ്സലൈൻ മെറ്റീരിയൽ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ആൻഡ് ഇത് അറിയാമല്ലോ എല്ലാവർക്കും, ഇത് സ്പാച്ചുല. അപ്പോൾ ഇതാണ് നമ്മൾ മിക്സിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ജിയോമെട്രിക് ഡൈലൂഷനാണ്. ജിയോമെട്രിക് ഡൈലൂഷൻ എന്ന് പറയുന്നത് നമ്മൾ പൊട്ടൻ്റ് ആയിട്ടുള്ള ഡ്രഗ്സിനെ മിക്സ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ജിയോമെട്രിക് ഡൈലൂഷൻ എന്ന് പറയുന്നത്. മീൻസ് ഈ പൊട്ടൻ്റ് ഡ്രഗ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് വളരെ മൈന്യൂട്ട് ക്വാണ്ടിറ്റിയിൽ തന്നെ തെറാപ്യൂട്ടിക് ആക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന കാറ്റഗറീസ് ഓഫ് ഡ്രഗ്സിനെയാണ് പൊട്ടൻ്റ് ഡ്രഗ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ജനറലായിട്ട് അതിൻ്റെ മിക്സിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ്സ്. ഇനി അതിനുശേഷം നമ്മൾ പറഞ്ഞിട്ടുള്ളത് പാക്കിംഗ് ഓഫ് പൗഡേഴ്സിനെ പാക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ 3 സ്റ്റെപ്സാണ് മേജറായിട്ട് നമ്മൾ പൗഡേഴ്സിൻ്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് നമുക്ക് ജനറലായിട്ട് പറയാനായിട്ടുള്ളത്. പക്ഷേ നമ്മൾ ഓരോരോ പൗഡേഴ്സിൻ്റെ മീൻസ് നമ്മുടെ യൂസിനനുസരിച്ചും അതുപോലെ തന്നെ ആ ഒരു ഡ്രഗിൻ്റെ നേച്ചർ അനുസരിച്ച് നമ്മുടെ ഈ ഒരു മെത്തേഡ്സിൽ ചേഞ്ച്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് നമ്മുടെ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, ഇൻസഫ്ലേഷൻ, ഡസ്റ്റിംഗ് പൗഡർ, എഫർവെസൻ്റ് പൗഡേഴ്സ് ആൻഡ് എഫർവെസൻ്റ് ഗ്രാനുൾസ്, ഇത് ഇത്രയുമാണ് ഇനി നമുക്ക് സിലബസ് ബേസ് ചെയ്തിട്ട് കവർ ചെയ്യാനുള്ള ടോപ്പിക്സ്. അപ്പോൾ അതൊക്കെ ഫോളോയിങ് ക്ലാസ്സസിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടിയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.